ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിയ മാതാപിതാക്കളെ, മക്കളുടെ പ്രത്യേകമായ അനുഗ്രഹത്തിന് നമ്മൾ നടത്തുന്ന ശുശ്രൂഷ 26-ാം ദിനം ഇന്നീ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 15-ാം വചനം പറയുന്നു, വ്യഭിചാരം ചെയ്യരുത്. ഇന്ന് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ തെറ്റായ ബന്ധങ്ങൾ, പല രീതിയിലുള്ള അശുദ്ധി കടന്നു വരികയും വിശുദ്ധിക്കെതിരായ പാപങ്ങൾ സംഭവിക്കുകയും മക്കൾ അവർ തിരിച്ചറിവില്ലാത്ത പ്രായം മുതൽ പല രീതിയിൽ അടിമത്തത്തിലേക്ക് വീണു പോകുന്നുണ്ട്. ചാരിത്രശുദ്ധിയിലും കുടുംബജീവിതത്തോടും പ്രത്യേകമായ മമതയോടുകൂടി ദൈവത്തിന് മുമ്പിൽ കറയില്ലാത്ത ജീവിതം നയിക്കുവാൻ, ഒപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റായ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് വിട്ടുമാറുവാനും കൃപയോടുകൂടിയുള്ള ജീവിതം നയിക്കുവാനും നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പുറപ്പാട് 20:15 വ്യഭിചാരം ചെയ്യരുത്. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ ചാരിത്രശുദ്ധിയിൽ ഉറച്ചു നിൽക്കുവാനും വിശുദ്ധിക്ക് അനുസൃതമായ ജീവിതം നയിക്കുവാനും ഇടയാകട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളോ വിശുദ്ധിക്കെതിരായ ഏതെങ്കിലും തരത്തിലുള്ള തർക്കദോഷങ്ങളോ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവയിൽ നിന്നെല്ലാം അവരെ മോചിപ്പിച്ച് വിശദീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയോടുള്ള പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിൽ എത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.